വയനാട്ടിലേക്കാണ്. തെർമൽ ഡ്രോൺ ക്യാമറ, മയക്കുവെടി സംഘം, വനപാലകർ, പലയിടത്തും ഇരയെ വെച്ചുള്ള കൂടുകൾ. ഒടുവിൽ കുങ്കിയാനകളെ വരെ ഇറക്കി. എന്നിട്ടും വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവ കെണിയിൽ വീഴുന്നില്ല. സർവ്വസന്നാഹങ്ങളെ ഒരുക്കിയിട്ടും ഇന്ന് പുലർച്ചെ 4ാമത്തെ ആടിനെ കടുവ ആക്രമിച്ചു കൊന്നു. ആടിനെ മാത്രം ലക്ഷ്യമിടുന്ന കടുവയെ നാട്ടുകാർ ഇപ്പോൾ വിളിക്കുന്നത് മട്ടൻ കടുവ എന്നാണ്. ശരിക്കും ഭീതിയിലാണ് അമരക്കുനിക്കാർ. ഞാനിവിടുന്ന് ജല്ലിക്കട നോക്കുമ്പം ഈ ആടിനെ കടിച്ചു വന്നിട്ട് കടുവ ഇങ്ങോട്ട് തിരിയുന്നുണ്ട്. ഒച്ച കേട്ടോണ്ടാണ് ഞാൻ നോക്കുന്നത്, ജല്ല് തുറന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റ് ഇവിടെ വെച്ചേക്കണ നന്നായിട്ട് വെട്ടം കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ശരിക്കും ഈ കടുവേനെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങോട്ടിലെ ഇങ്ങനെ കയറിപ്പോകും. വരുന്നത് കണ്ടില്ല, ഞാൻ കയറി പോകുന്നതേ കണ്ടുള്ളൂ. അപ്പോൾ ഇതിനെ കടിച്ച് കൊന്നിട്ട് ഈ കടുവ ഈ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തിരിയുക. ഇവിടുന്ന് വട്ടം അങ്ങോട്ട് തിരിയുന്ന ഞാൻ കണ്ടു. അപ്പോഴത്തേക്ക് ഞാൻ ഒച്ച ഉണ്ടാക്കി. സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ് വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. സുർജിത്ത്, ഈ മട്ടൻ കടുവ എന്നൊക്കെ കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ തോന്നുന്നെങ്കിലും അവിടുത്തെ ആൾക്കാരുടെ സ്ഥിതി അങ്ങനെയല്ല. എന്തായാലും ഇത്രയധികം സന്നാഹങ്ങൾ ഒരുക്കിയിട്ടും ഈ കടുവയെ പിടികൂടാനാകുന്നില്ല എന്നുള്ളത് ഏറെ ഗൗരവതരമാണ്. എന്താണ് ഇനി മുന്നോട്ടുള്ള നീക്കം? അതിനകത്തൊരു കൗതുകമുണ്ട് പ്രവിത. എന്തായാലും മട്ടൺ മാത്രം കഴിക്കുന്ന ഒരു കടുവ, അത് 4 ദിവസമായി നാല് ആടുകളെയാണ് കടുവ ഇതുവരെ ആക്രമിച്ചത്. 4 ആടുകളെ ആക്രമിച്ചു കൊന്നു. അത് ആടുകളെ മാത്രമാണ് പിടികൂടുന്നത് എന്നുള്ളതാണ് കൗതുകം. ആദ്യം 7-ാം തീയതിയാണ് ഒരു ആടിനെ ആക്രമിക്കുന്നത്. അതിനുശേഷം പിന്നീട് 9-ാം തീയതി ഒരു ആക്രമണം നടത്തി. ഇന്നലെ ഒരു ആക്രമണം നടത്തി. അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചെയും സമാനമായ രീതിയിൽ തന്നെ ഒരാടിനെ ആക്രമിക്കുന്ന നിലയിലേക്ക് വന്നു. അതുതന്നെയാണ് ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പ് വരെ ഇതിനെ കണ്ടു എന്നുള്ള തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ഈ ജംഗ്ഷനിലേക്ക് കേന്ദ്രീകരിച്ചത്. ഊട്ടിക്കവല എന്ന് പറയുന്ന സ്ഥലമാണ്. അമരക്കുനിയുടെ ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള പ്രദേശമാണ് ഈ ഊട്ടിക്കവല എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ കടുവയുടെ സാന്നിധ്യമുള്ളതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പരിശോധന, സജീവമായ രീതിയിലുള്ള പരിശോധന നടക്കുന്നത്. ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നു. അതോടൊപ്പം തന്നെ മറ്റ് മനുഷ്യസാധ്യമായതെല്ലാം തന്നെ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ നാട്ടുകാരും പറയുന്നത്. എന്തായാലും നാട്ടുകാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് വനംവകുപ്പും മുന്നോട്ട് പോകുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലം തന്നെയാണ് ഉള്ളത്. ഇവിടെ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ധാരാളം പേർ ഇവിടെ ഉണ്ട്. അവർ കഴിഞ്ഞ ദിവസങ്ങളായി ഇങ്ങനെ തന്നെയാണ്. എന്താണ് ഇവിടുത്തെ ഒരു പൊതു അവസ്ഥ? എന്താണ് പൊതുവസ്ഥ? വലിയ ഒരു ഭയാനകമായ അന്തരീക്ഷത്തിലാണ് ഞങ്ങളുള്ളത്. 8 ദിവസമായിട്ട് ഈ കടുവയെ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള രീതിയിലാണ്. വനംവകുപ്പാണെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ സന്നാഹങ്ങളുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അവരുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ അസംതൃപ്തരല്ല എങ്കിൽ കൂടി നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല. തന്നെയുമല്ല, ഈ പ്രദേശം എന്ന് പറയുന്നത് കാപ്പി പോലുള്ള കൃഷിയുള്ള സ്ഥലമാണ്. അപ്പോൾ അടഞ്ഞിട്ടുള്ള കാപ്പിയുടെ അടിയിലൊക്കെ കയറി ഈ കടുവ ഇരുന്ന് കഴിഞ്ഞാൽ പിടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അടഞ്ഞ കാടുകളുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഗത്തെല്ലാം അവർ സെർച്ച് ചെയ്തെങ്കിൽ പോലും ഇതുവരെ അതിനെ കണ്ടെത്താനായിട്ടില്ല. കണ്ടെത്തിയാൽ എത്രയും പെട്ടെന്ന് മയക്കുവെടി വെച്ച് പിടിക്കാമെന്നാണ് ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ മയക്കുവെടി എന്നുള്ള തരത്തിലുള്ള ഓപ്ഷനിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. രാത്രിയിലും സമാനമായ രീതിയിൽ തന്നെ ഇന്നലെ എങ്ങനെയാണോ തെരച്ചിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ തെരച്ചിൽ തുടരും. അത് കുറച്ചുകൂടി സജീവമാക്കും. വലിയ സംവിധാനങ്ങളോടൊക്കെയുള്ള തെരച്ചിൽ തുടങ്ങിയിട്ട് ദിവസം 2-3 കഴിഞ്ഞു. പക്ഷെ മട്ടൻ കടുവ ഇതുവരെ കൂട്ടിൽ അകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ജനങ്ങളുടെ ഭീതി ദിവസം തോറും വർദ്ധിക്കുകയും ചെയ്യുന്നു.